നൂറ്റാണ്ടുകളായി ബലിതർപ്പണം നടക്കുന്ന ഒരിടമാണ് അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. തിരുവനന്തപുരം ജില്ലയിൽ പരശുരാമ ക്ഷേത്രം കഴിഞ്ഞാൽ, തിരുവല്ലം പരശുരാമ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തുന്ന ഒരിടമാണ് അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്ര ട്രസ്റ്റും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളും അതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം കഴിഞ്ഞാൽ രണ്ടാമത് മഹത്തരമായ ബലിതർപ്പണം, പിതൃതർപ്പണം, കർക്കിടക വാവ് പിതൃതർപ്പണം നടക്കുന്ന മഹാക്ഷേത്രമാണ് പൂർണ്ണ പുഷ്കല സമേതനായ അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ ബലിതർപ്പണത്തിന് വേണ്ടി വന്നെത്തുന്നത്. അതിനു വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അതിവിപുലമായ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. മാത്രമല്ല KSRTC പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നും നെയ്യാറ്റിൻകര, കാട്ടാക്കട ഉൾപ്പെടെ വെള്ളറട ഉൾപ്പെടെ ഡിപ്പോയിൽ നിന്നും ഒട്ടനവധി KSRTC സർവീസുകൾ ഇവിടെ നടത്തുന്നതാണ്. ആംബുലൻസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരായിരുന്നാലും ശരി തന്നെയാണ്. ഒട്ടനവധി ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടു കൂടി അതിവിപുലമായി തന്നെ ഇവിടെ നടത്തി വരുന്നു. എല്ലാ വർഷവും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടൊഴുകി അവിടെ നിന്ന് ഭഗവാന്റെ പാദം തഴുകി തെക്കോട്ടൊഴുകുന്ന ഈ പുരാതനമായ നെയ്യാറിൽ കുളിച്ചു തൊഴാൻ ഒട്ടനവധി ഭക്തജനങ്ങളാണ് വരുന്നത്. ഇത്തവണയും അതിൽ ഒരു മാറ്റവുമില്ല. അതിവിപുലമായ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ജനങ്ങളെയും നമ്മുടെ ഈ അരുവിക്കരയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൂർണ്ണ പുഷ്കല സമേതനായ അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ കർക്കിടക വാവുബലിക്ക് വേണ്ടി ക്ഷേത്ര ട്രസ്റ്റ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അരുവിക്കര പൂർണ്ണ പുഷ്കല സമേതനായ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, മാറനല്ലൂർ അരുവിക്കര, ഇവിടെ നൂറ്റാണ്ടുകളായി പിതൃതർപ്പണ കർമ്മം കർക്കിടക വാവുബലി അനുബന്ധിച്ച് നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ്. യഥാർത്ഥത്തിൽ ശരിക്കും മാറനല്ലൂർ അരുവിക്കര അരീക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അരി ഇടുന്ന കര എന്ന അർത്ഥത്തിൽ. അത് പിന്നീട് അരുവിക്കര ആയി മാറുകയായിരുന്നു. ഇവിടെ ഇക്കുറി പിതൃതർപ്പണ കർമ്മം നിർവഹിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലേക്കായി പിന്നെ ബഹുമാനപ്പെട്ട MLA-യുടെ അധ്യക്ഷതയിൽ തഹസീൽദാരും അതുപോലെ വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്ത അവലോകന യോഗം കഴിഞ്ഞിരുന്നു. 6 തർപ്പണ കേന്ദ്രങ്ങളാണ് അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ട്രസ്റ്റ് ഇത്തവണ ബലിതർപ്പണങ്ങൾക്കായി ഒരുക്കുന്നത്. പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്ന മണ്ഡപം നമ്പർ 1-ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 250 പേർക്ക് പിതൃതർപ്പണ കർമ്മം ഒരേ സമയം ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ തൊട്ട് അടുത്ത് കാണുന്ന മണ്ഡപം പിതൃതർപ്പണത്തിനായി ഉപയോഗിക്കുന്ന 2-ാം നമ്പർ മണ്ഡപമാണ്. അതും സ്ഥിരമായുള്ള മണ്ഡപമാണ്. ആ മണ്ഡപത്തിൽ 300 പേർക്ക് പിതൃതർപ്പണം ചെയ്യാൻ പറ്റുന്ന വിസ്തൃതിയുള്ളതാണ്. 2 സ്ഥിരം മണ്ഡപത്തിൽ നിന്നും പിതൃതർപ്പണം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇതുവഴി ക്ഷേത്ര തീർത്ഥഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഈ എൻട്രൻസ് ക്ഷേത്രത്തിലെ തീർത്ഥഘട്ടത്തിൽ നിന്ന് പിതൃതർപ്പണം കഴിഞ്ഞ് കുളിച്ചു വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനായിട്ടുള്ളതാണ്. ഇത് ക്ഷേത്ര ദർശനത്തിന് മാത്രമായിട്ടുള്ള എൻട്രൻസ് ആണ്. ഇതിലെ നേരെ പ്രവേശിച്ച് ശ്രീധർമ്മശാസ്താവിൻ്റെയും മറ്റു മഹാവിഷ്ണുവിൻ്റെയും മറ്റു ഉപദേവതമാരുടെയും ദർശനം സാധ്യമാക്കി വേണ്ട വഴിപാടുകൾ, അർച്ചന, വെടിവഴിപാട്, തിലഹോമം, അതുപോലെ തന്നെ അപ്പം, അരവണ, പ്രസാദം എന്നിവ സ്വീകരിക്കാനുള്ള ഒരു സൗകര്യം ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം പ്രത്യേകം കൗണ്ടറുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും മറ്റനുബന്ധ സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ ക്രമീകരണം ഉണ്ടാവും. ഈ തീർത്ഥഘട്ടത്തിൻ്റെ മറുകരയിൽ ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിക്കുകയാണ്. ഈ സ്ഥിരം ഷെഡിൽ 2ഇടത്തും കൂടെ 500 പേർക്ക് തർപ്പണം നടത്താൻ കഴിയും. അവിടെ തീർത്ഥഘട്ടത്തിൻ്റെ മറുകരയിൽ ഒരുക്കുന്ന താൽക്കാലിക ഷെഡിൽ 500 പേർക്ക് തർപ്പണം നടത്താൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ക്ഷേത്രം ഒരുക്കാൻ ഉദ്ദേശിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേകമായി, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, മുതിർന്ന പൗരന്മാർക്കായി ഈ 2 മണ്ഡപത്തിൻ്റെയും തൊട്ടടുത്തായി കാണുന്ന വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിനോട് ചേർന്ന് പ്രത്യേക തർപ്പണ കേന്ദ്രം ഒരുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരേ സമയം 1000 പേർക്ക് തർപ്പണം നടത്തി പോകാൻ കഴിയുന്ന, ഒരേ സമയം 1000 പേർക്ക് തർപ്പണം നടത്താൻ കഴിയുന്ന വിപുലമായ സൗകര്യങ്ങളാണ് ഇക്കുറി തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. ഒരു 10,000-ഓ 20,000-ഓ ആളുകൾ വന്നാൽ പോലും ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് തർപ്പണം പൂർത്തീകരിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തിട്ടുണ്ട്. ശുദ്ധമായ നെയ്യാർ
ഘട്ടം, ഈ തീർത്ഥഘട്ടം എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ഇത് വളരെ പരിപാവനമായ ഒരു നദിയാണ്. വളരെ വൃത്തിയും വെടിപ്പോടും കൂടി സൂക്ഷിച്ചിട്ടുള്ള ഈ നദീതീരത്ത് ശുദ്ധമായ ജലാശയത്തിൽ മുങ്ങി ക്ഷേത്ര ദർശനം നടത്താൻ കഴിയും. ഈ നെയ്യാറിനൊരു പ്രത്യേകതയുണ്ട്. നെയ്യാറ് നേരെ ഒഴുകി വന്ന് ഭഗവാന്റെ പാദങ്ങളെ തഴുകിക്കൊണ്ട് തിരിഞ്ഞൊഴുകുന്ന, നെയ്യാറിൻ്റെ ഡയറക്ഷൻ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു ദൃശ്യ വിസ്മയം കൂടെ ഈ തരുവിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇതെല്ലാം നയനമനോഹരമായ ദൃശ്യങ്ങളാണ്. പരമാവധി ഭക്തജനങ്ങൾക്ക് ഈ നെയ്യാർ അരുവിക്കര തീരത്തെത്തി ഭഗവാനെ വണങ്ങി ഈ സ്നാനം നിർവഹിച്ച് പിതൃതർപ്പണം നടത്താൻ കഴിയും. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ക്ഷേത്ര പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാ ഒത്താശയും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ബലിയിടാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ചെയ്തതിലുപരി ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അരുവിക്കര ശ്രീ പൂർണ്ണ പുഷ്കല സമേതനായ ധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 2024 ആഗസ്റ്റ് മാസം 3-ാം തീയതി ബലിതർപ്പണം നടക്കുകയാണ്. പിതൃതർപ്പണം നടത്തുന്നത് വളരെ ശ്രേഷ്ഠകരമായതാണ്. ഈ അരുവിക്കര ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുന്ന പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവും പടിഞ്ഞാട്ട് ദർശനമായിട്ടിരിക്കുന്ന ചതുർബാഹുവായ വിശ്വരൂപത്തിലുള്ള ശ്രീ മഹാവിഷ്ണുവുമുള്ള ഈ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ചടങ്ങാണ്. പിതൃതർപ്പണത്തോടൊപ്പം തന്നെ പിതൃമോക്ഷ സായുജ്യത്തിനായിട്ട് തിലഹോമം നടക്കുന്നുണ്ട്. വഴിപാടുകളും കാര്യങ്ങളും അർച്ചനകളും ഒക്കെ ചെയ്ത് വളരെ സമൃദ്ധിയായി മടങ്ങിപ്പോകാനുള്ള അവസരം ക്ഷേത്ര ട്രസ്റ്റ് വളരെ ഭംഗിയായി ഇവിടെ ചെയ്തു വരികയാണ്. അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിൻ്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും ആയി കഴിഞ്ഞിരിക്കുകയാണ്. പിതൃതർപ്പണത്തിനെത്തുന്ന വനിതാ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രത്യേക കൗണ്ടറുകളും സ്ത്രീ ഭക്തജനങ്ങൾക്ക് എല്ലാ സജ്ജീകരണങ്ങളും മാതൃസേവാ സമിതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പിന്തുണയും ഉണ്ടാകുന്നതാണ്. സതീശൻ. നമസ്കാരം. ഞാൻ മാറനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ. ഈ വരുന്ന ആഗസ്റ്റ് മാസം 3-ാം തീയതി കർക്കിടക മാസം 19-ന് നമ്മുടെ മാറനല്ലൂരിലെ അരുവിക്കരയിൽ പിതൃതർപ്പണത്തിന് വേദിയാകുകയാണ്. എല്ലാ വർഷവും അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ, ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരുവല്ല ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നത് നമ്മുടെ ഈ ഗ്രാമപ്രദേശമായ മാറനല്ലൂരിലാണ്. അത്രത്തോളം വിശ്വാസമാണ് ഭക്തജനങ്ങൾക്ക്. അവരുടെ ആത്മസംതൃപ്തി ഇവിടെ ബലി അർപ്പിക്കുന്നതിലൂടെ കിട്ടും എന്നാണ്, പിതൃക്കൾക്ക് കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർക്കുന്നത്. അവരെല്ലാവരെയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട MLAയും പഞ്ചായത്ത് ഭരണകൂടവും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനകം തന്നെ വിവിധങ്ങളായ മീറ്റിങ്ങുകൾ ചേരുകയുണ്ടായി. പോലീസിൻ്റെയും അതുപോലെ പോലീസ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഫോഴ്സിനെ ഇറക്കാമെന്ന് ബഹുമാന്യനായ കാട്ടാക്കട DYSP അറിയിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സേവനം കൂടുതൽ വെള്ളപ്പൊക്കം വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ ചുറ്റുപാടിൽ കൂടുതൽ സേനയെ നമുക്ക് ഇറക്കേണ്ടതായിട്ടുണ്ട്. ആറിൽ ക്രമാതീതമായിട്ടല്ല ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. വെള്ളം വളരെ ശാന്തമായി എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ശാന്തമായി ഒഴുകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ തരത്തിൽ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എല്ലാ തരത്തിലുള്ള സുരക്ഷയും അവിടെ ഒരുക്കിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ പുലർച്ചെ 3 മണി മുതൽ തന്നെ സർവീസ് ആരംഭിക്കും എന്ന് ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി എല്ലാ ഭക്തജനങ്ങളെയും അവസാനം ബലിതർപ്പണത്തിനെത്തുന്ന അവസാനത്തെ ഭക്തജനത്തിനെയും ഇവിടെ കയറ്റിക്കൊണ്ടുവന്ന് ആ ബലിതർപ്പണം നടത്തി തിരിച്ച് അതേ ബസ്സിൽ കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടിയുള്ള ക്രമീകരണം KSRTC ഒരുക്കിയിട്ടുണ്ട്. PWDയും അതുപോലെ വാട്ടർ അതോറിറ്റിയും അങ്ങനെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ എല്ലാവരും, ഗ്രാമപഞ്ചായത്തും ഹോമിയോയും അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിയും മാറനല്ലൂരിലെ PHCയും ഒക്കെ ഇതിനോടകം തന്നെ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെ
PHSCയുടെയും ആയുർവേദത്തിൻ്റെയും ഹോമിയുടെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ആംബുലൻസ് സൗകര്യവും ഫയർഫോഴ്സിൻ്റെ ഒരു ആംബുലൻസ് സൗകര്യം എപ്പോഴും പുലർച്ചെ മുതൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു അസൗകര്യം വരാത്ത തരത്തിലുള്ള എല്ലാ ക്രമീകരണവും കഴിഞ്ഞ കാലങ്ങളെപ്പോലെ തന്നെ കൂടുതൽ ഫലപ്രദമായി ഇപ്രാവശ്യവും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിലുള്ളത്. എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെയും ഞങ്ങൾ അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് പിതൃതർപ്പണത്തിലേക്ക് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലി ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 6 മണ്ഡപങ്ങളിലായിട്ട് ബലിയർപ്പണങ്ങൾ നടന്നു വരികയാണ്. ഈ കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും തനിത്തനിയായിട്ടുള്ള സൗകര്യങ്ങളോട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 2 കടവ് ക്രമീകരിച്ചിട്ടുണ്ട്. അക്കരയും ക്ഷേത്രത്തിനകത്തുണ്ട്. ബലിതർപ്പണ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങളെയും അരുവിക്കര ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 3 മണിയോടുകൂടി തന്നെ ഇവിടെ ബലിതർപ്പണം ആരംഭിക്കും. എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു.